നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ കുഞ്ഞു റെസിപ്പിയാട്ടോ, കുട്ടി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞൊടിയിടയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഞാൻ കടലപ്പൊടിയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കടലപ്പൊടി ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജൊന്നും നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള, പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് പുളി, നമ്മൾ ചെറിയൊരു പുളി വേണം. അതുപോലെ തന്നെ എരിവിനും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ആ പുളിപ്പും കൂടെ വരുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ വെജിറ്റബിൾസിൽ ആ വെള്ളമൊക്കെ തന്നെ ഇതായി നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടും. ഇനി പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അധികം വെള്ളമൊന്നും ഒഴിച്ച് ഒരുപാട് ലൂസാക്കി കളയരുത്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ വെറുതെ എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കണത് എല്ലാം റോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് വരണമെങ്കിൽ മാത്രമാണ്. ആ ഉള്ളിൽ കടലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയിലൊന്നും നമ്മൾ ഷേപ്പ് ചെയ്യണ്ട കേട്ടോ. ഷാലോ ഫ്രൈ ഒക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തിക്നെസ്സിൽ മാത്രം ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ചായയുടെ ഒക്കെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ നാരങ്ങയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ എണ്ണയിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉള്ളൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാട്ടോ. ഫോളോ ചെയ്താൽ മാത്രം പോരാ, വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.